ഹലോ, ഇന്നിതാ ഈദിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എന്തായാലും ഇതിന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അതിതാ കുറച്ച് നേരം ഒരു ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് അതിലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബദാം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇത് അരയാൻ ആവശ്യത്തിനുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുമാത്രമേ ഉള്ളൂ. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇനി സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയൊരു ബ്രൗൺ നിറായിട്ട് വരുമല്ലോ, അപ്പോൾ അതുവരെയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. പിന്നെ സേമിയ എടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയുള്ള സേമിയ എടുക്കാതെ കുറച്ച് നേരിയ സേമിയ ഉണ്ടല്ലോ, കട്ടി കുറഞ്ഞ സേമിയ, അതാണ് എടുക്കേണ്ടത്. അപ്പോൾ അതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ടോട്ടൽ ഇപ്പോൾ 1 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പകുതിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് സേമിയ വേവിക്കാനുള്ള പാലാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സേമിയ ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടിക്ക് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകിൽ പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ്, രണ്ടിലേതായാലും എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ പാൽപ്പൊടി ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ പാല് ചൂടായതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ സേമിയ വെന്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ പഞ്ചസാര നോക്കിയിട്ട് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ബാക്കിയുള്ള പാലുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പാലൊന്ന് സേമിയയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ പാലൊക്കെ ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച ബദാമിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന് ഉണ്ടാവുക. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണിത്. അപ്പോൾ അതാ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി കിട്ടണം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ചോപ്പ് ചെയ്ത ബദാം, കാഷ്യൂസ്, പിസ്താഷ്യൂസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് കുടിക്കുന്ന സമയത്ത് ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ 1 ടീസ്പൂണ് റോസ് വാട്ടറാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡെസേർട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് തണുപ്പിച്ചിട്ടോ തണുക്കാതെയോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. എങ്ങനെ സെർവ് ചെയ്താലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച നട്ട്സ് ഉണ്ടല്ലോ, ചോപ്പ് ചെയ്ത നട്ട്സ്, അതിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 നട്ട്സും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കൊണ്ടുള്ള ഈ ഡെസേർട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്